ഹലോ. നാട്ടിൽ പോയി കഴിഞ്ഞ് പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ ഇതുവരെ പോകാത്തൊരു അമ്പലത്തിലേക്കാണ് ഒന്ന് പോകുന്നത് കേട്ടോ. വേറെ എവിടെയല്ല, നമ്മുടെ കണ്ണൂരിലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അമ്പലത്തിലേക്കാണ് പോണത്. അപ്പോൾ ഞാൻ മാത്രമല്ല, നമ്മുടെ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. നമ്മളവിടെ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു രാവിലെ ഏകദേശം ഒരു 11:30 ആകുമ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങിയിട്ട് ഒരു 3:30 അവിടെ പോകുമ്പോൾ അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റോഡ് പണി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിക്കാൻ ഒരു 3:30 അവിടെ എത്തുമ്പോൾ അങ്ങനെ ഇതാണ് അമ്പലത്തിലേക്ക് എത്തുന്ന ഒരു അമ്പലത്തിൻ്റെ അടുത്തുള്ളൊരു വ്യൂ കേട്ടോ. അപ്പോൾ ഇത് പോകുമ്പോൾ നമ്മളെടുത്തതാണ്. അമ്പലത്തിലേക്ക് പോകാനുള്ളൊരു എൻട്രൻസ് ആണ് ഇവിടെ. അപ്പോൾ അങ്ങനെ നമ്മൾ റൂമിലൊക്കെ പോയിട്ട് ഫ്രഷായിട്ട് വൈകിട്ട് അമ്പലത്തിലേക്ക് ഇറങ്ങുകയാണ്. അവിടെ അമ്പലത്തിൽ കുറേ നേരമൊന്നും നിന്നില്ല, കാരണം നമുക്ക് തൊട്ടടുത്തുള്ള അമ്പലം ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലേക്ക് പോകാനുണ്ടായിരുന്നു. അവിടെ വൈകിട്ടാണ് ലേഡീസിന് കയറാൻ പറ്റുള്ളത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് തൊഴുതിട്ട് നമ്മൾ വേഗം തന്നെ അങ്ങോട്ട് പോയിട്ട്. പിന്നെ ഇത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നമ്മുടെ മുത്തപ്പൻ്റെ വാഹനമാണല്ലോ നായ്ക്കൾ. അപ്പോൾ പിന്നെ എപ്പോഴും കാണാം. നമ്മളവിടെ നിന്ന് വേഗം രാജരാജേശ്വരി ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം ഒരു രാത്രി 8:30 ശേഷമാണ് തോന്നുന്നു ലേഡീസിന് അവിടെ അമ്പലത്തിനുള്ളിൽ കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ അത്യാവശ്യം മഴയുണ്ടായിരുന്നു കൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ഇത് പിറ്റേ ദിവസം നമ്മൾ വീണ്ടും അമ്പലത്തിലേക്ക് പോയി മുത്തപ്പനെ കണ്ടു, അനുഗ്രഹം മേടിച്ചു. ഇത് നമ്മൾ റീൽസിലൊക്കെ കാണാറുള്ള ആ ഒരു ഭാഗമാണിത്. അങ്ങനെ നന്നായിട്ട് തൊഴാൻ പറ്റി. രാവിലെ അത്രയധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് പിന്നെ എന്താ പറയുക, പ്രത്യേകിച്ച് പറയാൻ പറ്റാത്തൊരു സംഭവമാണ്. ഇങ്ങനത്തെ ഒരു എഴുന്നള്ളിച്ച് വരലും കാര്യങ്ങളും ഇത് ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് ഭയങ്കര നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. അപ്പം അതൊക്കെ കണ്ടു. പിന്നെ നമ്മളവിടെ രാവിലത്തെ ഭക്ഷണം ഉണ്ടായിരുന്നു. പിന്നെ 3 നേരം അവിടെ ഭക്ഷണം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോയത് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. നമ്മൾ ഏതായാലും പോയതല്ല, അപ്പോൾ തൊട്ടടുത്തുള്ള 1-2 അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മളവിടെ പോയി തൊഴുതു. അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളതൊന്നും കഴിക്കാൻ നിന്നില്ല, മഴയെല്ലാം ഉള്ളതുകൊണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പോയത് തൊട്ടടുത്തുള്ള മടായിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. അതും വലിയൊരു അമ്പലം തന്നെയാണ്. അപ്പം നമ്മൾ